കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണൻ അത് ആശ്രയിലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. അതിൻ്റെ ശോഭയിലെ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ കൂടുതൽ കൂടുതൽ ഒരു ഭംഗിയുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ ചെവിപ്പൂക്കൾ മേൽക്കാതും കീഴ്ക്കാതും 4 ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് റോസ് നിറത്തിലുള്ള ഒരു പട്ടും ഒരു വെള്ള നിറത്തിലുള്ള ഒരു പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലുണ്ട്, താമരയുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടി മാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന സച്ചിദാനന്ദ കട്ടയെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. ആ രൂപം കണ്ടതോടുകൂടി ഭക്തർക്കെല്ലാവർക്കും സന്തോഷത്തിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ, പ്രാർത്ഥിക്കണോ. കണ്ണൻ്റെ അനുഗ്രഹം അവർക്ക് എല്ലാവർക്കും ഉണ്ടാവണം. ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് റോസ് നിറത്തിലുള്ള ഒരു പട്ടും ഒരു വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന സച്ചിദാനന്ദ കട്ടയെയാണ് നിങ്ങളെല്ലാവരും മനസ്സിൽ വിചാരിക്കേണ്ടത്. ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു. ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ കണ്ണനെ 2 കൈകളോട് കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്ര കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ്റെ അനുഗ്രഹം നമുക്കെല്ലാവർക്കും എല്ലാം ഇപ്പോഴും ഉണ്ടാവും. കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ 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 ജപിച്ചോളൂ. നാരായണ നാരായണ നാരായണ. സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ 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 ജപിക്കുക. കണ്ണനത് കേൾക്കും. കേൾക്കാതിരിക്കാൻ കണ്ണന് പറ്റില്ല. അത് കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ കണ്ണൻ്റെ ഒരു വരവുണ്ട് നമ്മുടെ അടുത്തേക്ക്. ഓടി ഇങ്ങോട്ട് വന്ന് നമ്മളെ ഒന്ന് കളിപ്പിച്ച് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറിയിരുന്ന് നമുക്കൊരു മുത്തം തരും. പിന്നെ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും. നമ്മൾ എത്രത്തോളം സ്നേഹം കൊടുത്തോ അതിൻ്റെ 10 മടങ്ങ് ഇരട്ടി സ്നേഹം കണ്ണൻ നമുക്ക് വാരിക്കോരി തരും. പിന്നെ കണ്ണനാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ. നമുക്കൊരു ബുദ്ധിമുട്ടും വരുത്താതെ വേണ്ട സമയത്ത് വേണ്ട പോലെയൊക്കെ കൈകാര്യം ചെയ്യും കണ്ണൻ. നമുക്ക് പിന്നെ ഒന്നും അറിയണ്ട, കണ്ണൻ ഒപ്പമുണ്ട് നമ്മുടെ. അപ്പം അതുകൊണ്ട് എല്ലാവരും സ്നേഹത്തോടു കൂടി കണ്ണനെ വിളിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക. നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ്സം ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും നാമത്രയ മന്ത്രം ചൊല്ലുക. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയാൻ പാടില്ല. നമ്മൾ ഉപാസിക്കണം. അതുമാത്രം പോരാ, നമ്മുടെ വരും തലമുറകൾക്ക് അത് ഉപദേശിച്ചു കൊടുത്ത് ഉപാസിപ്പിക്കുകയും വേണം. ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണിത്. ആരും ഉപേക്ഷ വിചാരിക്കേണ്ട. എല്ലാവരും ഇന്ന് തന്നെ ഇപ്പം തന്നെ തുടങ്ങിക്കോളൂ നാമത്രയ മന്ത്രം ചെല്ലാൻ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.